റാ സുക്കൂനായി വരുമ്പോൾ തർക്കീക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ആണ് പറഞ്ഞു വരുന്നത്. റാ സുക്കൂനായി വരുമ്പോൾ മുമ്പുള്ളത് കസ്റാണെങ്കിൽ തർക്കീക്ക് ചെയ്യണം. ശേഷം ഇസ്തിറാഇൻ്റെ അക്ഷരങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി റാന് സുക്കൂനും മുമ്പ് യാഉമാണെങ്കിൽ, സുക്കൂനുള്ള യാഉം ആണെങ്കിൽ, അതായത് റാഉം സുക്കൂന് തൊട്ട് മുമ്പുള്ള യാഉം സുക്കൂനാണെങ്കിൽ അവിടെ തർക്കീക്ക് ചെയ്യും. ഉദാഹരണത്തിന് വല്ലാഹു ഖബീർ, വല്ലാഹു ഖബീർ. ഇവിടെ റാ സുക്കൂന് മുമ്പുള്ള യാനും ഫതഹല്ല, കസ്റല്ല, ലമ്മല്ല, അപ്പോൾ അതിന് സുക്കൂനാണ്. ബസീർ, ഖാലൂ ലാ ളൈർ, വസ്സുൽഹു ഖൈർ. ഇവിടെയും സുക്കൂന് വരുമ്പോൾ ലൈർ എന്നുള്ള റാന് സുക്കൂൻ വരുമ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ അവിടെ റാന് സുക്കൂനാണല്ലോ നൽകുക. വസ്സുൽഹു ഖൈർ അവിടെയും വഖഫ് ചെയ്യുമ്പോൾ റാന് സുക്കൂനാണ് നൽകുക. അപ്പോൾ അവിടെ തൊട്ട് മുമ്പ് യാ ആണോ എന്ന് നോക്കുക. യാന് സുക്കൂനാണെങ്കിൽ അവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഖബീർ എന്നുള്ള റാന് സുക്കൂൻ അവിടെ വഖഫിലാണ് ഉണ്ടാവുക. ഇനി ശേഷമുള്ള ആയത്തുമായി ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ ലമ്മത്ത് വരും. അല്ലെങ്കിൽ അതിനുള്ള ഏത് ഹർക്കത്താണോ ഉള്ളത് ആ ഹർക്കത്തായിരിക്കും വരിക. അത് ചിലപ്പോൾ ഫതഹാവാം, ലമ്മത്താവാം. അപ്പോൾ അവിടെ തഫ്ഖീമായിരിക്കും. ബസീറുൻ എന്ന് വരികയാണെങ്കിൽ അവിടെ തഫ്ഖീമായിരിക്കും. ഇപ്പോൾ പറഞ്ഞത് അവിടെ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് സുക്കൂൻ വരുമ്പോൾ ഉള്ള നിയമമാണ്. അതിന് മുമ്പ് യാ വന്നാൽ അവിടെ തർക്കീക്ക് ചെയ്യണം. അവിടെ ആ സുക്കൂന് പുതുതായി വരുന്നതാണ്. ആരിലായ സുക്കൂൻ എന്നതിന് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ്.